പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ നിത്യജീവ മൊഴികളിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ മഹനീയമായ നാമത്തിൽ പ്രഭാതവന്ദനം. ദൈവം നമ്മളെ പരിപാലിച്ചു, കാത്തു സൂക്ഷിച്ചു. നമുക്കാവശ്യമായതെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നു. ദൈവത്തിൻ്റെ പരിപാലനം ആവോളം നമ്മൾ അനുഭവിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോസ്തലനായ പൗലോസ് താൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ പ്രബോധിപ്പിച്ച് ചോദിക്കുകയാണ്, അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അനുഗ്രഹപൂർണമായിരിക്കുന്ന ഏദൻ വാസം അനുസരണക്കേടിനാൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ ഫലമായി ശാപം, പാപം, രോഗം, മരണം എന്നിവയ്ക്ക് മനുഷ്യവർഗം അടിമകളായി തീർന്നു. അതേമേ പിതാക്കന്മാർ പാപം ചെയ്തത് മുഖാന്തരം അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ശാപവും പാപവും രോഗമെല്ലാം മരണമെല്ലാം ഈ ലോകത്തിൽ കടന്നു വന്നത്. അതുമാത്രമല്ല, മനുഷ്യൻ പ്രാകൃത സ്വഭാവത്തിന് അടിമകളായി തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വ ദമ്പതികൾ അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരമാണ് ദൈവവുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ കാരണം. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായി പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം, അവിടെ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളൊരു നീണ്ട പട്ടിക നമുക്കവിടെ കാണുവാൻ കഴിയും. എന്താണ് മനുഷ്യൻ്റെ സ്വഭാവം എന്നൊക്കെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
യിരെമ്യാ പ്രവാചകൻ 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: മനുഷ്യൻ്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളത് എന്ന് യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. താൻ മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണ്, അത് ഏറ്റവും വിഷമുള്ളത്, കപടം നിറഞ്ഞത്. പ്രിയർ, ഇന്നത്തെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാപട്യം ഒളിച്ചു വെക്കുന്ന, വളരെ കാപട്യം ഒളിച്ചു വെച്ച് പുറമേ ചിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ അനീതിയും അധർമ്മവും കുല ചെയ്യുവാനുള്ള പ്രേരണയും ചതിക്കുവാനുള്ള പ്രേരണയും ഒളിച്ചു വെച്ചിരിക്കുന്നതായി പുറമെ നോക്കുന്ന മനുഷ്യൻ അറിയത്തില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തെ അറിയുന്ന ഒരു ഉടയവൻ സ്വർഗത്തിലുണ്ട്. പ്രിയരെ, വർത്തമാന മാധ്യമങ്ങളിലും മറ്റ് നവമാധ്യമങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിലായി, ഈ ലോക്ക്ഡൗണിൻ്റെ അവസാന ആ കാലയളവിൽ എത്രയോ ക്രൂരതയാണ് കേരളം കണ്ടത്. തൻ്റെ ജീവിത പങ്കാളിയെ എങ്ങനെയെങ്കിലും ഭൂലോകത്ത് നിന്ന് വക വരുത്തുവാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആവിഷ്കാരം ചെയ്തു. എങ്ങനെയും മനുഷ്യൻ്റെ ഹൃദയം അത്രമാത്രം പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ദൈവത്തിൻ്റെ ജനമായിരിക്കും നമ്മൾ ഉണരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ദൈവസനിൽ ഉണർന്ന് നിലവിളിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ദുഷ്ടത ലോകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അത് യിരെമ്യാ പ്രവാചകൻ പറയുന്ന മനുഷ്യൻ്റെ ഹൃദയം അത് കാപട്യവും വിഷമുള്ളത്. എന്നാൽ മനുഷ്യൻ അത് അറിയുന്നില്ല. എന്നാൽ യഹോവയായ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ചറിയുന്നു. കാഠിന്യമുള്ള ഹൃദയത്തിൽ, കടുപ്പമുള്ള അനീതി സൂക്ഷിക്കുന്ന, മറ്റ് ചതിവും വഞ്ചനയും സൂക്ഷിക്കുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തെ ഒരുപക്ഷെ തൻ്റെ കൂടപ്പിറപ്പുകളോ തൻ്റെ പ്രിയപ്പെട്ടവരോ തൻ്റെ ഭാര്യയോ ഭർത്താവോ അറിയാതിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന അക്രൂരതയെ കൂടെ താമസിക്കുന്നവർക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അത്രമാത്രം കപടമുഖം അവൻ വെളിപ്പെടുത്തുമ്പോൾ ഹൃദയത്തിൽ പാപവും ക്രോധവും ക്രൂരകൃത്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് പുറമേ അവൻ പുഞ്ചിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർക്കാർക്കും അവൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം അറിയത്തില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ രഹസ്യം അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് നീ അറിയാതെ പോകരുത്. ഇന്ന് പകലിൽ ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയരെ, നാം ഒന്ന് ആത്മപരിശോധന ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൽ നിരക്കാത്തത്, ദൈവ സാന്നിധ്യം നമ്മൾ വേണ്ടും പോലെ അനുഭവിപ്പാതിരിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ ക്രമപ്പെടുക. കാരണം ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അത് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം ദുഷ്ടതയുള്ള, അകൃത്യമുള്ള, കാപട്യം മനസ്സിൽ സൂക്ഷിച്ച ഹൃദയത്തിൽ എൻ്റെ കർത്താവിന് വസിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യണമെങ്കിൽ ശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. ശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. പുറമേ ചിരിക്കുന്ന, പുറമേ കൈയടിക്കുന്ന, പുറമേ പാടുന്ന, പുറമെ ചിരിക്കുന്ന മനുഷ്യനെ പുറമേയുള്ള ഭാവം കണ്ടല്ല
ദൈവം വിലയിരുത്തുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലെ ശോധന ചെയ്യുന്നു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിൽ ശുദ്ധ മനസാക്ഷിയുള്ളവരായി നമുക്ക് മാറാം, ശുദ്ധ ഹൃദയമുള്ളവരായി നമുക്ക് മാറാം. നമ്മൾ ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് അകന്നിട്ടുണ്ടോ? പ്രവാചകൻ പറഞ്ഞതുപോലെ അവർ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു. അധരം കൊണ്ട് ഞാനുമായി നല്ല ബന്ധത്തിലാണ്, പക്ഷേ ഹൃദയം കൊണ്ട് അവർ അകലെയാണ്. പ്രിയരെ, നാം ആ സാഹചര്യത്തിലാണോ? നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിന് എവിടെയെങ്കിലും ഒരു വിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? പ്രിയരെ, സ്വന്തം പാളയം നാം ശുദ്ധീകരിക്കുക. ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളത് അറിയണം. പൗലോസ് ചോദിക്കുക, നിങ്ങളത് അറിയുന്നില്ലയോ? നിങ്ങളുടെ എല്ലാം നോക്കിയപ്പോൾ നിങ്ങളത് അറിയുന്നില്ല. പക്ഷേ നിങ്ങളത് അറിയണം. നിങ്ങളതറിഞ്ഞേ മതിയാകൂ. കാരണം നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വസിക്കാനുള്ള ഒരാലയമാണ്. നിങ്ങളുടെ ഹൃദയം അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അത് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയരെ, ഈ പകലിൽ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്? ഇന്നത്തെ മെസ്സേജുകൾ, വിശുദ്ധിയെക്കുറിച്ചുള്ള മെസ്സേജുകൾ കുറവാണ്. അനുഗ്രഹം മാത്രമേ നമുക്ക് എവിടെയും കേൾക്കുവാൻ കഴിയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ടൊന്നും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നല്ല നിലയിലെത്തിയത് കൊണ്ടോ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാന്ന് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി ആവശ്യമാണ്. കാപട്യമുള്ള ഹൃദയവും കപടം നിറഞ്ഞ അധരവും കൊണ്ട് ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുകയില്ല. മറ്റുള്ളവർ കാണെ ദൈവമായി ബന്ധമുണ്ടെന്ന് പ്രകടിപ്പിക്കുവാൻ കഴിയും. പക്ഷേ ദൈവമായ ബന്ധം വേണമെങ്കിൽ നിർമ്മല ഹൃദയമുള്ളവർ, ദൈവത്തിൻ്റെ വചനം എന്താ പറയുക? ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. അപ്പോൾ വിശുദ്ധനായ ദൈവം അശുദ്ധിയുമായി യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ടല്ലേ അനുസരണക്കേട് കാണിച്ച ആദാം ഹൗവ ദമ്പതികളെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ്. പിശാചിന്റെ ശബ്ദത്തിന് അവർ ചെവി കൊടുത്തത് കൊണ്ടാണ്. ദൈവം പറഞ്ഞു അരുത് അരുത് എന്ന് പറഞ്ഞ അതിനെ അവർ പിശാചിന്റെ വാക്കിനെ അംഗീകരിച്ചു. അപ്പോൾ ഇന്ന് പകലിൽ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ, ദൈവിക വചനത്തിന് ചെവി കൊടുക്കാതെ മറ്റു പലതിനെയും അംഗീകരിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണോ താങ്കളെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ പകലിൽ പ്രബോധിപ്പിക്കുക. സഹോദര സഹോദരി, മാതാവേ പിതാവേ, മടങ്ങി വരിക. ദൈവം ചോദിക്കുക, നീ എവിടെയാ? ഞാൻ ആക്കിയ മേഖലയിലല്ല നീ ഉള്ളത്. ഞാൻ നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയല്ല നീ ഉള്ളത്. നീ എന്നിൽ നിന്നും ഓടി മറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിന് മുമ്പ് വരെ അവർ ഏദനിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവ സാന്നിധ്യം ഏദനിൽ കാലുകുത്തിയപ്പോൾ, ദൈവം ഏദനിൽ കടന്നു വന്നപ്പോൾ അവിടെ അവർക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ദൈവവചനത്തുള്ള കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? കാരണം നിനക്കതുവരെയും നിൽക്കുവാൻ കഴിയും, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുവാൻ കഴിയും. പക്ഷേ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഉടയവൻ നിന്റെ അടുക്കൽ വരുമ്പോൾ പ്രാഗൽഭ്യത്തോടെ നിനക്ക് നിൽക്കുവാൻ കഴിയുമോ? അല്ല, നീ ഓടി മറയുന്ന ഒരു അനുഭവത്തിലാണോ?
പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ നിനക്ക് പ്രസംഗിക്കാൻ പറ്റും, പാട്ടുപാടാൻ പറ്റും. 4 പേർ കൂടുന്ന, 1000 കൂടുന്ന മീറ്റിങ്ങിൽ ഒരുപക്ഷെ നിനക്ക് നിവർന്നു നിൽക്കാൻ പറ്റും. പക്ഷെ യഥാർത്ഥമായ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിനക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനുള്ള ചങ്കൂറ്റമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരേ, നമ്മളെവിടെയാ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലയോ? യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയം. ദൈവത്തിൻ്റെ വചനം പറയുന്നു 1 യോഹന്നാൻ 1:7 അവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഏദനിൽ പൂങ്കാവനത്തിൽ പാപം നിമിത്തം അവർ ദൈവസ്ഥലിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ കരുണയുള്ള ദൈവം, പിതാവായ ദൈവം മനുഷ്യനോടുള്ള സ്നേഹം നിമിത്തം വീണ്ടും തൻ്റെ ഓമനകുമാരനെ കാൽവറിയിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി അർപ്പിച്ചു. അവിടെ വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ ഇങ്ങനെയും വായിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതികളും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവം. ഇന്ന് പകലിൽ പ്രിയരെ, ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ പല മേഖലകളിൽ നീ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പകലിൽ അത് തിരുത്തുവാനുള്ള സമയമാണ്. ഈ പകലിൽ അത് തിരുത്തുവാനുള്ള സമയമാണ്. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ നിന്റെ കുറവുകളെ പകരട്ടെ, ദൈവസന്നിധിയിൽ നിന്റെ കുറവുകളെ ഏറ്റുപറയട്ടെ. അവൻ നമ്മുടെ കുറവുകളെ പരിഹരിക്കും. നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിക്കും. ഈ പകലിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ നാം വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവാചകനോട് സങ്കീർത്തനങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ദൈവത്തെക്കാൾ അല്പം താത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരുന്നു. അപ്പോൾ ദൈവത്തെക്കാൾ അല്പം താത്തിയ ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യനതിൻ്റെ വില അറിയുന്നില്ല. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മനുഷ്യ, നിന്റെ ഹൃദയം എനിക്ക് തരിക. അത് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം എനിക്ക് തരിക. ദൈവം ഹൃദയത്തെ ചോദിക്കുകയാണ്. ഹൃദയം കൊണ്ട് അകന്നുപോയ, ശരീരം കൊണ്ട് ദൈവമായി ബന്ധമുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് അകന്നുപോയ ചിലരോട് പരിശുദ്ധാത്മാവിന്ന് പകലിൽ ചോദിക്കുകയെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. നിനക്ക് നഷ്ടപ്പെട്ട സകലതയും തിരിച്ചു തരുവാൻ പിതാവായ ദൈവം ഒരുക്കമാ. സകലതും നഷ്ടപ്പെട്ടതുപോയതിനെ മടക്കിത്തരാൻ ദൈവം ഒരുക്കാം. മകനെ, എൻ്റെ ഹൃദയം, നിന്റെ ഹൃദയം എനിക്ക് തരിക, നിന്റെ ഹൃദയം എനിക്ക് തരിക. എനിക്കതിനെ ആവശ്യമുണ്ട്. ഇന്ന് പകലിൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ കല്ലായ ഹൃദയത്തെ നീക്കി ദൈവമായൊരു ബന്ധത്തിലേക്ക് മടങ്ങി വരിക. ദൈവമായൊരു ബന്ധത്തിലേക്ക് പ്രിയരെ മടങ്ങി വരിക. എന്നാൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം അങ്ങനെ, അവരെ കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. പ്രമാണിച്ചാചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകും, പുതിയൊരാത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. അവിടെ വായിക്കുന്നു, കല്ലായുള്ള ഹൃദയം നീക്കി പുതിയൊരു ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. പ്രിയരെ, പലവട്ടം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അകന്നുപോയി
അന്യദേവന്മാരുമായി അവർ കൂട്ടുകൂടുകയും അവരെ ആദരിച്ചപ്പോൾ അവരെ സൃഷ്ടിച്ച അവരുടെ ഉടയവൻ എത്രമാത്രം വേദന അനുഭവിച്ചു കാണും, എത്രമാത്രം ഭാരം അനുഭവിച്ചു കാണും. വളരെ ദുഃഖത്തോടെ അവരെ നോക്കി പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാ, കല്ലായുള്ള അവരുടെ ഹൃദയം ജഡത്ത് നീക്കി മാംസമുള്ള ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എൻ്റെ വിധികളെയും കൽപ്പനകളെയും മറച്ചു കളഞ്ഞ് അവർ മറ്റു പലരുമായി കൂട്ടുകെട്ടുണ്ടാക്കി അന്യദേവന്മാരെ ആരാധിച്ചു മുൻപോട്ട് പോയി. പക്ഷെ അവരുടെ ജീവിതത്തിൽ നിരാശ മാത്രമായിരുന്നു. ഒന്നിനാലും അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല. കാരണം അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി. അവരുടെ സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി. അവരെ കരുണയോടെ ദൈവം വിളിക്കുക, മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക, നിങ്ങൾ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനമായി വിളിക്കപ്പെട്ട ജനം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ വിട്ടുതിരിഞ്ഞാൽ ഞാൻ അവിടെ കടന്നു വരികയും അവരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം തരികയും ചെയ്യും. പ്രിയരെ, എവിടെയെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മന്ദിരമായിരിക്കും നമ്മൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന നമ്മൾ എവിടെയെങ്കിലും എന്തിനാലോ ആകർഷകമായി നമ്മുടെ കണ്ണിന് ഇമ്പമായി തോന്നിയതും ഹൃദയത്തിന് ആകർഷണമായി തോന്നിയതും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മൾ അതിൽ ആകർഷകരായി ദൈവസന്നിധിയിൽ നിന്നും മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, മടങ്ങി വരിക, മടങ്ങി വരിക. ഇതാ ഇന്ന് പകലത്തിൽ എൻ്റെ സന്ദേശം. അനുഗ്രഹം വേണം, അനുഗ്രഹം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കർത്താവിന്റെ വചനം പറഞ്ഞ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലതും നിങ്ങൾക്ക് തരും. അനുഗ്രഹത്തിന്റെ പുറകെ നമ്മൾ പോകണ്ട. ദൈവത്തിന്റെ വചനം പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കാരണം ദൈവസന്നിധി വിട്ട് എനിക്ക് മാറാൻ കഴിയത്തില്ല. എനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ ദൈവത്തിന്റെ കൃപയാണ്, എൻ്റെ ദൈവത്തിന്റെ നന്മയാണ്. പക്ഷെ പലപ്പോഴും ആ ദൈവത്തിന്റെ കൃപകളും താലന്തുകളും ദൈവത്തിന്റെ നന്മകളും അനുഭവിച്ചിട്ട് മനസ്സ് അതിൽ ആകർഷകരായി ദൈവസന്നിധിയിൽ അകന്നു പോയി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നീ മടങ്ങി വരിക, നീ മടങ്ങി വരിക. കാരണം നിന്റെ ഹൃദയം എനിക്ക് തരിക, നിന്നെ എനിക്ക് ഉപയോഗിക്കുവാനുണ്ട്, നിന്നെ എനിക്കൊന്ന് പണിതെടുക്കുവാനുണ്ട്. നിന്റെ ജീവിതത്തിൽ ചില ദൈവികമായ നന്മകൾ, ദൈവികമായ പ്രവൃത്തികൾ എനിക്ക് അയക്കുവാനുണ്ട്. അതിനുവേണ്ടി നിന്റെ ഹൃദയം നീ എനിക്ക് നൽകുക. നിന്റെ ഹൃദയം വേറെ ഒന്നിലും മനസ്സ് വെക്കരുത്. നിന്റെ ഹൃദയം മറ്റൊന്നിനാലും പതറിപ്പോകരുത്. പല ആലോചനകൾ കേട്ടും പല ഇമ്പമായി തോന്നുന്ന ശബ്ദങ്ങൾ കേട്ടേക്കാം. നിന്നെ തെറ്റിക്കുന്ന നല്ലതായ വാക്കുകൾ ഒരുപക്ഷെ നീ കേട്ടേക്കാം. പക്ഷെ നിന്റെ മനസ്സ് മാറരുത്, മനസ്സ് മാറരുത്. ദൈവസന്നിധി വിട്ട് നീ അകന്നു പോകരുത്. ആദാമേ, നീ എവിടെ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു ദൈവ ശബ്ദം ഏദനിൽ മുഴങ്ങിയതുപോലെ ഇന്ന് ഞാൻ പറയുക, നീ എവിടെയാ, നീ എവിടെയാ, നീ എവിടെയാ? ദൈവമാക്കിയ മേഖലയിലാണോ നീ ഉള്ളത്? ദൈവമാക്കിയ മേഖലയിലാണോ നീ ഉള്ളത്? അല്ല, നിന്റെ ഹൃദയത്തിന്റെ ഇഷ്ടപ്രകാരം, ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം നീ ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോയോ? ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഓടി ഒളിക്കുക. കാരണം അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. തെറ്റു ചെയ്തുവെന്നറിയാം. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് അവർ വരാത്തത്. പ്രിയരെ, നിന്റെ കുറവുകൾ നിനക്കറിയാം. നീ എവിടെയാ പരാജയപ്പെട്ടതെന്ന് നിനക്കറിയാം. ഏത് മേഖലകളാണ് നീ തകർന്നു പോയെന്നറിയാം. ഇന്ന് പകലിൽ തകർന്ന മേഖലയെ നോക്കി ഒന്ന് പണിതെടുക്കുവാൻ, ഇടിഞ്ഞു കിടക്കുന്ന യഹോവയുടെ യാഗപീഠം ഏലിയാ പ്രവാചകൻ പണിതതുപോലെ ചില പണികൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇന്ന് പകലിൽ നടക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചില പണികൾ നടക്കട്ടെ. ആലയം ഇടിഞ്ഞു കിടക്കുന്ന, ഏതെങ്കിലും ദൈവത്തിന്റെ മന്ദിരം ഇടിഞ്ഞു കിടക്കുന്ന, ദൈവസാന്നിധ്യം പ്രവേശിപ്പാൻ കഴിയാതെ എവിടെയെങ്കിലും ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന മേഖലയുണ്ടെങ്കിൽ ഒന്ന് പണിയപ്പെട്, ഒന്ന് പണിയ. ദൈവം ആഗ്രഹിക്കുന്നു നീയുമായൊരു ബന്ധം ഉണ്ടാകുവാൻ. ദൈവം ആഗ്രഹിക്കുന്നു നൽകുക. മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. നീ ഇതുവരെയും ദൈവകൃപയും നൽകുവാൻ യേശു കർത്താവ് റെഡിയാണ്. യേശു കർത്താവ് റെഡിയാണ്, ഒരുക്കമാണ്. യേശു കർത്താവ് സ്നേഹത്തോടെ ചോദിക്കുകയാ, നിന്റെ കുടുംബത്തിൽ വസിക്കേണ്ടതിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ വസിക്കേണ്ടതിന് വേണ്ടി നിന്റെ ഹൃദയം എനിക്ക് നൽകുക. നിന്റെ ഹൃദയം മറ്റു പലതിലും നീ വെച്ചിരിക്കുകയാ. മറ്റു പലതിലും ആകർഷണമായി നിന്റെ ഹൃദയം
അവിടെ പിടിച്ചിരിക്കുകയാണ്. കാന്തം ആകർഷിച്ച്, ഇരുമ്പിനെ കാന്തം ആകർഷിച്ച് പിടിച്ചതുപോലെ നിന്റെ ഹൃദയം അവിടെ പിടിച്ചിരിക്കുകയാ. ഇന്ന് പകലിൽ അതിനെ പറിച്ചു മാറ്റ്. ഒരുപക്ഷെ നിനക്ക് സ്വയമായി ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. ഒരുപക്ഷെ നിനക്ക് അവിടെ നിന്നും വിട്ടുപോരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം നീ ആയിരിക്കുന്നത്. എങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിന്നെ അത് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്ന ഒരനുഭവത്തിലൂടെ ആയിരിക്കാം ഇന്ന് പകലിൽ പ്രിയരെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ എൻ്റെ ദൈവം ഒരുക്കമാണ്. ആ ബന്ധനത്തെ അഴിച്ചു മാറ്റുവാൻ എൻ്റെ ദൈവം ഒരുക്കമാണ്. നീ എന്തെല്ലാം മേഖലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാ, നീ എവിടെയോ മേഖലയിൽ കുടുങ്ങിക്കിടക്കുക. ചില ചെറുപ്പക്കാരാ, ചില യൗവനക്കാരാ, പ്രിയ സഹോദരി, നീ പലതിലും കുടുങ്ങിക്കിടക്കുകയാ. യൗവനക്കാരാ, നിനക്ക് പല മേഖലകളിൽ നീ കുടുങ്ങിക്കിടക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ പറയുന്നു, ആ ചെങ്ങലയെ പൊട്ടിച്ച് അതിനെ അറുത്തു മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നീ ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ നിന്റെ വിഷയങ്ങളെ വെക്കുക. ഞാൻ ഇന്ന മേഖലകളിൽ കുടുങ്ങിക്കിടക്കുകയാ, ഒരിക്കലും പുറകോട്ട് വരുവാൻ കഴിയാതെ, മടങ്ങി വരുവാൻ കഴിയാതെ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു സമാനമായ സ്ഥിതിവിശേഷത്തിലൂടെയാ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നീ ദൈവസന്നിധി നിലവിളിക്ക്. ദൈവം അതിനുമേൽ ഒരു പ്രവൃത്തി അയക്കും. നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ കുടുംബത്തിനകത്തൊരു നന്മയുടെ ഉറവിടം തുറക്കാതെ, നിന്റെ കുടുംബത്തിനകത്ത് ഒരു അനുഭവിക്കാൻ കഴിയാതെ, നിന്റെ കുടുംബജീവിതത്തിൽ ഒരു നന്മ അനുഭവിക്കാൻ കഴിയാതെ പലതിലും നീ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണുകയാ. അതിനെ പൊട്ടിച്ചു കളയുവാൻ ഒരു ദൈവ വേണ്ടി വെളിപ്പെടും. പക്ഷെ നീ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുക. നീ പറ, ഞാൻ തെറ്റിപ്പോയി. ആ മകൻ പറഞ്ഞതുപോലെ, ദൈവമേ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ ആ വാക്കുപോലും പറയുവാൻ ആ സ്നേഹവാനായ പിതാവ് അവനെ സമ്മതിച്ചില്ല. അവൻ്റെ ഹൃദയം കൊണ്ട് ദൈവഭവനത്തിലേക്ക്, അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അവൻ്റെ ഹൃദയത്തിൽ അതിയായ ആഗ്രഹം സ്വർഗം കണ്ടു. ഇന്ന് പകലിൽ നിനക്ക് ഹൃദയത്തിന് ആഗ്രഹമുണ്ടോ? നിന്റെ ഹൃദയത്തിന് ആഗ്രഹമുണ്ട്, ദൈവമേ, എനിക്ക് മടങ്ങി വരണം. തെറ്റിപ്പോയി, കുറവുകൾ വന്നുപോയി, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു പോയി. പ്രിയരെ, അനുഗ്രഹം കിട്ടിയത് കൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. കാറ് കിട്ടിയതുകൊണ്ടോ, വീട് കിട്ടിയത് കൊണ്ടോ, നല്ല പൊസിഷനിൽ നീ ആയിരിക്കുന്നത് കൊണ്ടോ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു? ഇന്ന് പകൽ അതിനെ ഓർത്ത് മാനസാന്തരപ്പെട്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ പ്രസംഗമല്ല ഈ തലമുറയ്ക്ക് ആവശ്യം, മാനസാന്തരത്തിന്റെ ദൂത ഈ തലമുറയ്ക്ക് ആവശ്യം. പ്രിയരെ, മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. ഇന്ന് പകർച്ചവ്യാധികളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രിയരെ, നീ മാനസാന്തര ഏറ്റുപറയേ. ദൈവത്തിന് വസിപ്പാൻ കഴിയാതെ, ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയാതെ ഞാൻ അങ്ങ് വിദൂരതയിലായിരിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, എൻ്റെ യേശുവിൻ്റെ ആ വലിയ ആ നന്മ, അനുഗ്രഹം നിനക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇന്ന് പകലിൽ ഈ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നത്. പ്രിയരെ, മറ്റു പലതിലും നമുക്ക് സമയമുണ്ട്. ദൈവസന്നിധിയിൽ ഇരിപ്പില്ല. മണിക്കൂറുകൾ നമ്മൾ പലതിനും ചെലവാക്കുന്നു. പക്ഷേ ദൈവമായി ബന്ധപ്പെടുവാൻ, ദൈവമായി ഒരു കൂട്ടായ്മയെ അനുഭവിപ്പാൻ നമുക്ക് സമയമില്ല. അവിടെ വരുമ്പോൾ തകർന്നു പോകുന്നു. അവിടെ വരുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. പിന്നെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. ഞാൻ നിന്റെ ഹൃദയത്തിന്മേൽ സ്വസ്ഥത നൽകും, സമാധാനം നൽകും. നിന്റെ ഹൃദയത്തിൽ ഇന്ന് വരെ നീ അനുഭവിക്കാത്ത ആനന്ദം നൽകാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷെ കുറവുകൾ എൻ്റെ ഭാഗത്തല്ല, നിന്റെ ഭാഗത്താണ്. എൻ്റെ ഭാഗത്തല്ല, എൻ്റെ ഭാഗം ക്ലിയറാക്കേണ്ടത് നമ്മുടെ ഭാഗമാണ്.
ഇടിഞ്ഞു കിടക്കുന്ന യഹോവയുടെ യാഗപീഠം ഏലിയാവ് പണിതതിനു ശേഷമാ യാഗപീഠത്തിൽ തീ ഇറങ്ങിയത്. തീ തീ എന്ന് പറഞ്ഞാൽ കത്തട്ടെ കത്തട്ടെ എന്ന് പറഞ്ഞാൽ തീ ഇറങ്ങത്തില്ല പ്രിയരെ. തീ ഇറങ്ങണമെങ്കിൽ വിശുദ്ധ ജീവിതം ആവശ്യമാണ്. പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ജീവിതം ആവശ്യമാണ്. യെശയ്യാവ് പറയുക, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. കുറവുകളെ തിരിച്ചറിഞ്ഞപ്പോഴാ ദൈവ സാന്നിധ്യം. ഇന്നും മറ്റുള്ളവരെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളിൽ ഒരു പണി നടക്കട്ടെ. ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരുടെ സംഖ്യക്കൊത്ത് കല്ലെടുത്ത് ഇടിഞ്ഞു കിടക്കുന്ന യഹോവയുടെ യാഗപീഠം പണിതപ്പോൾ അവിടെ സ്വർഗത്തിലെ തീ ഇറങ്ങിയതുപോലെ പണിയും പോലെ പണിയപ്പെട്ടാൽ ഇടിഞ്ഞു കിടക്കുന്ന മേഖലകളെ പണിയും പോലെ ക്രമപ്പെടുത്തി പണിതാൽ മാത്രമേ ദൈവ സാന്നിധ്യം വെളിപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ ശാരീരികമായി ഒരുപാട് അധ്വാനിക്കേണ്ടി വരും നീ. പക്ഷെ ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന മേഖലകളെ പണിയ പ്രിയരെ. ഇടിഞ്ഞു കിടക്കുന്ന മേഖലകൾ പ്രസംഗിക്കാൻ പറ്റും, പാടാൻ പറ്റും. പക്ഷെ തീ ഇറങ്ങണമെങ്കിൽ, ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തിയേ മതിയാ. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞേ പറ്റത്തുള്ളൂ. വിട്ടുകളഞ്ഞേ പറ്റത്തുള്ളൂ. വിട്ടുകളഞ്ഞാൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുകയുള്ളൂ. മറ്റു പലതിനെയും നമ്മൾ മുറുകി പിടിച്ചിട്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ജഡത്തിന്റെ ചില പ്രവൃത്തികൾ അവിടെ സംഭവിച്ചേക്കാം. പക്ഷെ ഒരു വിശുദ്ധ ജീവിതം ആവശ്യമാണ്. പ്രസംഗം മാത്രം പോരാ, വിശുദ്ധ ജീവിതം നമുക്ക് ആവശ്യമാണ്. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു, എൻ്റെ ശരീരം, എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്, അത് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? പ്രിയരെ, പുറമേയുള്ള പ്രകടനങ്ങൾ കണ്ടല്ല ദൈവം നിന്നെ വിലയിരുത്തുന്നത്. മനുഷ്യൻ പുറമേയുള്ള പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം നല്ലതാ, അദ്ദേഹത്തിന് നല്ല ഉണർവുണ്ട്, നല്ല നല്ല കഴിവുണ്ട് എന്ന് പുറമെ നോക്കി മനുഷ്യൻ വിധി എഴുതുമ്പോൾ നിന്റെ ഹൃദയത്തെ നോക്കുന്നു, നിന്റെ ഹൃദയത്തെ നോക്കുന്നു. അവൻ പുറമേയുള്ള പ്രകടനം മാത്രമല്ല, ഹൃദയം കൊണ്ടും ഞാനുമായി നല്ല ബന്ധമാണ്. അങ്ങനെ ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രിയരെ നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ഒരു ശുദ്ധിയുള്ള ഹൃദയത്തിനു നമുക്ക് ഉയരത്തിലുള്ള ചിന്തിക്കാം. ഈ ലോകത്തിലെ എല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് ഉയരത്തിലുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇന്ന് പലരുടെയും ചിന്ത ഈ ലോകത്തിലാ, പലരുടെയും ചിന്ത ഈ ലോകത്തിലാ. ആത്മനിർവൃതി പ്രാപിച്ച പ്രിയരെ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. പൗലോസ് അതാ പറയുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഭൂമിയിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം കള്ളനും തുരുമ്പും എടുക്കുന്ന ഈ ലോകത്തിലെ നിക്ഷേപം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അതാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി, ഉയരത്തിലെ കൃപ, അതാണ് നമുക്ക് ആവശ്യം. ആരും പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരാറില്ല. പഴയ തുണിക്കഷ്ണം കൊണ്ട് പുതിയ തുണിയിൽ ആരും തുന്നിച്ചേർക്കാറില്ല. പുതിയ അനുഭവത്തിലേക്ക് വരട്ടെ, പുതിയ അനുഭവത്തിലേക്ക് ദൈവ ജനം കടന്നു വരട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക, എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ ഹൃദയം മറ്റു പലതിലും ആകർഷിച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയം മറ്റു പലതിലും എൻ്റെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
എൻ്റെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ഹൃദയം എനിക്ക് തരിക. ദൈവം അതാ ചോദിക്കുന്നത്. നിന്റെ പണമോ സമ്പത്തോ ഒന്നുമല്ല, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. ഞാൻ അവിടെ വസിക്കുന്നത്. നീ മറ്റു പലതിനെയും ഹൃദയത്തിൻ്റെ ഉള്ളിലാക്കി വെച്ച് ഈ ലോകത്തോടു കൂടെ നീ സഞ്ചരിക്കുകയാണെങ്കിൽ നീ ലോകത്തോടു കൂടെ തീരും. ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച് പ്രാരംഭകാലത്തിൽ നീ എന്നോട് കൂടെയായിരുന്നു. പ്രാരംഭകാലത്തിൽ നീ എൻ്റെ ഹൃദയപ്രകാരമായിരുന്നു. പക്ഷേ എവിടെ നിന്നൊക്കെയോ ചില നന്മ പദവികളും നിനക്ക് വന്ന് ഭവിച്ചപ്പോൾ, വന്ന് കയറിയപ്പോൾ നീ എന്നിൽ നിന്നും അങ്ങ് വിദൂരതയിലായി പോയി. നീ എന്നിൽ നിന്നും അകന്നു പോയി. ഇപ്പൊ നീ എവിടെയാണെന്ന് നിനക്ക് പോലും അറിയത്തില്ല. നീ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോയി. പ്രിയേ, മടങ്ങി വരിക. സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക. പ്രിയരെ, ദൈവവചനത്തിലൂടെ ഇന്ന് പകലിൽ ഓർപ്പിക്കുകയാണ്. മാനസാന്തരപ്പെടുക. ഈ തലമുറയിൽ മാനസാന്തരത്തിന്റെ ദൂതാവശ്യം. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകമല്ല നമുക്ക്, മറുകരയാണ് നമുക്ക്. അവിടെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ജീവിതത്തിൽ ദൈവമായുള്ളൊരു നല്ല ബന്ധത്തിലേക്ക് കല്ലായ ഹൃദയങ്ങളെ നീക്കി മാംസളമായ ഹൃദയത്തോടെ, ശുദ്ധിയുള്ള ഹൃദയത്തോടെ പ്രിയരെ നമുക്ക് മടങ്ങി വരാം. പ്രിയരെ നമുക്ക് മടങ്ങി വരാം. പ്രസംഗം മാത്രമല്ല, ജീവിതം നമുക്കുണ്ടാകട്ടെ. പാട്ട് മാത്രമല്ല, ജീവിതവും നമുക്കുണ്ടാകട്ടെ. വിശുദ്ധമായ ജീവിതം. ഒരു മാനസാന്തരം. നിങ്ങൾ ഏത് നിലയിലുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾ നന്നായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. ഞാൻ എവിടെയാ? പ്രിയരെ, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് 40, 30, 50 വർഷമായി, പക്ഷെ ജീവിതം ശരിയായില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. ജീവിതം ശരിയായില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. കാരണം സ്വർഗരാജ്യം കാണുകയില്ല. സ്വർഗരാജ്യത്തിൽ വിശുദ്ധ ജീവിതമാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ യേശു കർത്താവ് വരുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയാ യേശു കർത്താവ് വരുന്നത്. നീ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ നിന്റെ ഹൃദയം കൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഹൃദയത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. നീ, എൻ്റെ ജീവിതം വിശുദ്ധമാണോ? ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവത്തിന് വാസം ചെയ്യുവാനുള്ള അതിനുള്ള ഹൃദയം, അതിനുള്ള ശുദ്ധിയുള്ള ഹൃദയം എനിക്കുണ്ടോ? എൻ്റെ നാവ് ശുദ്ധിയുള്ളതാണോ? ഞാൻ സംസാരിക്കുന്ന ശുദ്ധിയുള്ളതാ അധരങ്ങൾ കൊണ്ടാണോ? പ്രിയരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശുദ്ധിയോടെ ദൈവത്തിന് വാസം ചെയ്യുവാനുള്ള ഒരു ശുദ്ധമായ ഒരുക്കാം. അതിനായി ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും. മാനസാന്തരപ്പെടുക. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഇന്ന് പകലിൽ ലൈവ് വീക്ഷിച്ച എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. സിൻസി, മാത്യു, ജിൻസി, പീറ്റർ, എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറിയ നിമിഷത്തിനായി സ്തോത്രം. ദൈവമേ, ഈ ലൈവ് വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് പകലിൽ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ വലിയൊരു മാനസാന്തരത്തിന് വഴിയൊരുക്കണമേ. ശുദ്ധത ഉള്ളൊരു ഹൃദയം, ദൈവത്തിന് വാസം ചെയ്യുവാനുള്ള ഹൃദയം അവർക്ക് ഒരുക്കുവാൻ അതിന് ദൈവം അവരെ സഹായിക്കണം.
എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് വാസം ചെയ്യുവാനുള്ള അശുദ്ധിയുള്ള നിങ്ങൾ ഏവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.